ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, അവരിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ആൻഡ് അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ്, അവരുടെ ചിന്തകളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ, എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് എന്നുള്ളതും കൂടെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ ഇതൊരു ജനറലിസ്റ്റ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴേക്കും നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് റീഡിംഗ് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും ലൈഫിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീയൂണിയൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു വേദനകളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്കാണ് നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ത്രെഡ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ത്രെഡിൽ നമുക്ക് ഓരോ കാർഡായിട്ട് തന്നെ പറയാം. ആദ്യമേ തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് 4 ഓഫ് സോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിംഗ് കാർഡ് ആണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ ലൈഫിൽ ഒരു ഗ്രോത്തും ഇല്ലാതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വളർച്ചയും ഇല്ലാതെ ഒന്നിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ ഒന്നും തന്നെ കഴിയാതെ നിലച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ. ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത്. തലയുടെ മുകളിൽ തൂങ്ങിയാടുന്ന വാള്. കാരണം അത്രത്തോളം വേദനാജനകമായ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ജീവിതത്തിൽ എല്ലാ രീതിക്കും ഒരു ഉയർച്ച വേണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെല്ലാം ഒരു ചേഞ്ച് സംഭവിക്കണം എന്ന് വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയെ വിളിച്ച് കരയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്രത്തോളം വേദനാജനകമായ ഒരു മാനസികാവസ്ഥയിലൂടെ ഉള്ളുപിടയുന്ന വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആദ്യമേ തന്നെ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലും അവർ ഒരു സ്നേഹത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സ്നേഹം. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ഓർമ്മകളിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. ഒരു ലെസ് കോൺടാക്റ്റിന്റെ അല്ല നമുക്കിവിടെ കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒന്ന് നിലച്ചു പോയ ബന്ധമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു രീതിക്കും കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോയൊരു അവസ്ഥയാണ്. ഇവിടെ ചീറ്റിംഗ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് തന്നെയായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ചിട്ട് മാറി നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തിക്ക് അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിൽ ഒരു വലിയ തിരിച്ചടി അല്ലാന്നുണ്ടെങ്കിൽ ഒരു വേദനാജനകമായ സിറ്റുവേഷൻ അവർ നേരിട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരിൽ നിന്ന് ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ, അതുപോലെ ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെയധികം നഷ്ടങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മനസ്സിലേക്ക് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിൽ കൂടെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ടിംഗ് പാർട്ട്ണർ എന്നുള്ള രീതിക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ സങ്കടം ആയിക്കോട്ടെ സന്തോഷം ആയിക്കോട്ടെ എല്ലാം അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരു പങ്കാളി അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലെങ്കിലും അവർക്ക് ലഭിച്ചേനെ, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷവും സമാധാനവും കിട്ടുമായിരുന്നു ഈ ഒരു അവസ്ഥയിൽ എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അവർ പോയി നിന്നിരുന്ന സ്ഥലം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമല്ല എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിയുകയാണ്. തീർത്തും ഏകാന്തനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയതിന്റെ റീസൺ എന്ന് പറയുന്ന ഒരു തേർഡ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ, ഫാമിലി ഇഷ്യൂസ് ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, ഇപ്പൊ എന്താണെങ്കിലും അവർ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന ആ ഒരു സ്നേഹം അവരുടെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ പുറകിൽ ഇരുന്നത് അവർ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ അവരെ ചേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പുറകെ പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ പോയിരിക്കുന്നത് മറ്റു പല കാര്യങ്ങളുടെ പുറകെയുമാണ്.
ആ ഒരു കാര്യങ്ങളുടെ പുറകെ അവർ പോയിട്ട് അവിടെ നിന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു സത്യം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് അതിന്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പൊള്ളയായ ഒരു കപ്പായിരുന്നു, അല്ലെങ്കിൽ പൊള്ളയായ ഒരു സ്ഥലത്താണ് പോയി നിന്നത് എന്നൊരു തിരിച്ചറിവ് അവരിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ടാണ് അവർക്ക് ഈ ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടെന്ന് പറയുമ്പോൾ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെയാണ് അവർക്ക് ഈ ഒരു നഷ്ടങ്ങളെല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. നഷ്ടങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് വലിയ രീതിയിലൊരു സാമ്പത്തിക നഷ്ടമൊക്കെ ഇപ്പോൾ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ ഇവരൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പണം മുടക്കിയോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പണമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ സമ്പത്തൊക്കെ അവർക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു നഷ്ടത്തിലേക്ക് തന്നെ വേദനയോടുകൂടി നോക്കിക്കൊണ്ട് നിൽക്കുന്ന വ്യക്തികളാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങൾ ഇപ്പോഴും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പണം അപ്രതീക്ഷിതമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു പ്രേ ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിവൈൻ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് ഇപ്പോഴും അതിങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൂടെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവരിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ സ്നേഹിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന വ്യക്തികളിൽ നിന്നെല്ലാം തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന ഈ ഒരു ടൈമിൽ പോലും നമ്മൾ ഈ ഒരു സ്പ്രെഡ് എടുത്തിരിക്കുന്ന സമയത്തും ഇത് ലൈവ് ആയിട്ട് അല്ലെങ്കിൽ അവരിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഈ ഒരു സിറ്റുവേഷൻസിലെല്ലാം തന്നെ മാറിപ്പോകണം, ശാന്തമായ ഒരു ഭാഗത്തേക്ക് മാറിപ്പോകണം എന്നാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ പണം മാത്രമല്ല സന്തോഷം, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടൊരു സ്നേഹത്തിനെ മറികടന്നിട്ട് പൊള്ളയായ സ്നേഹത്തിന്റെ പുറകെ ആണല്ലോ പോയത് എന്നുള്ള ചിന്തകൾ, ഇതൊക്കെ ഇവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുകയും ഒരുപാട് ഓവർ തിങ്കിങ്ങിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു. ചിന്തിച്ചു കൂട്ടുക എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് തന്നെ ചിന്തിച്ചു കൂട്ടുന്നു. താനായിട്ട് ചെയ്ത കാര്യങ്ങളാണല്ലോ താൻ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വന്നത് എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട്. എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് ഈ ഒരു സമാധാനക്കേടിൽ നിന്നെല്ലാം തന്നെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണം. കാരണം അവരുടെ കൂടെ ഇപ്പോൾ അവരൊന്ന് ആശ്വസിപ്പിക്കാനോ മറ്റോ ആരും തന്നെ ഇല്ലാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു മുഖം മൂടി അണിഞ്ഞിട്ട് ഇവരെ കൂടുതലായിട്ട് അറിയാത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു മാറി നിൽക്കലിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ട കിങ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ബുദ്ധിപൂർവ്വം തന്നെ ചിന്തിച്ചിട്ട് ഇതിൽ പ്രവർത്തിച്ചിട്ട് അവർക്ക് നഷ്ടമായിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം വീണ്ടെടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായ ഒരു സ്നേഹമല്ല ഒഴിഞ്ഞ കപ്പാണ് കണ്ടതെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവരുടെ ലൈഫിലേക്ക് പല സിറ്റുവേഷനിൽ നിന്ന് ആളുകൾ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കൂടെ നിൽക്കുന്നവരൊക്കെ അവരുടെ കൂടെ ഇല്ല, ആരും തന്നെ ഇല്ല. പുതിയ വ്യക്തികൾ പലരും അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടില്ല. അതിപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പോലും അവർ സ്വീകരിക്കാൻ തയ്യാറല്ല. അവരുടെ ഓർമ്മകളിൽ പോലും നിൽക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹമാണ്. നിങ്ങൾ അവർക്ക് നേരെ നീട്ടിയിരുന്ന ആ ഒരു സ്നേഹത്തെ അവർ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ മിസ് ചെയ്യുന്നത്. അതിൽ അവർക്ക് ഒരുപാട് കുറ്റബോധം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം പോലും ഈ ഒരു സമയത്ത് സ്വന്തമാക്കണം, അല്ലെങ്കിൽ ആ ഒരു നഷ്ടത്തെ നികത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പണം നഷ്ടം കാര്യങ്ങളൊക്കെ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പണവും സ്വത്തും സമ്പാദ്യവും എല്ലാം എന്ത് രീതിക്കാണെന്നുണ്ടെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ അവര് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്പിരിച്വൽ കണക്ഷനിൽ എന്നതുപോലെ അവരിപ്പോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അവരുടെ ആ ഒരു നഷ്ടങ്ങളെ എല്ലാം നികത്തണം എന്നാണ്. സാമ്പത്തിക നഷ്ടമൊക്കെ ഒരുപാട് വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ എന്ത് രീതിക്ക് ജോലി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് രീതിക്ക് കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു നഷ്ടങ്ങളെല്ലാം തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്നും അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മുന്നോട്ടേക്കുള്ള ഈ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ അവർക്ക് ഏറ്റവും പ്രതീക്ഷ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്നേഹത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ ഒരു തീവ്രതയാണ് അവരെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരിൽ ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് കാണാം. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമായ ഒരു സ്നേഹമായിരുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് അവർ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാനും നിങ്ങളോട് സംസാരിക്കാനും കാര്യങ്ങൾക്കൊരു വ്യക്തത കൈവരുത്താനും ഒക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്.
സ്വാർത്ഥതയോടുകൂടി ഇവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഇവർക്ക് തിരിച്ചടിയായിട്ട് മാറിയിരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവരായിട്ട് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. നിങ്ങളെ മാത്രമല്ല ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഒരു സമ്പത്താണെന്നുണ്ടെങ്കിലും തിരിച്ചു പിടിക്കാനായിട്ടാണെങ്കിലും ഇവരിപ്പോ ഈ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവരുടെ ആ ഒരു നഷ്ടങ്ങളെ എല്ലാം നികത്തണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ ആരൊക്കെയാണ് യഥാർത്ഥമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് തിരിച്ചറിയണം എന്നും ആഗ്രഹിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞു എന്ന് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഈ ഒരു തടസ്സങ്ങളൊക്കെ ഇവരിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു തടസ്സങ്ങൾ അവരിൽ ഇപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ പൂർണ്ണതയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഒരു ഭാഗം കൊണ്ടിട്ട് ഇവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സണ് മാനസികപരമായിട്ട് ഒരുപാട് ദുഃഖം എന്ന് പറയുമ്പോൾ ഒരു വിരഹ ദുഃഖവും കൂടി ഇവരെ അലട്ടുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളും അവരുമായിട്ട് ഇപ്പോൾ ഒരു വിരഹത്തിൽ നിൽക്കുന്ന, അതായത് ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു ദുഃഖം ഇവരുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോഴും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ഒരു കാര്യങ്ങളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. മറ്റു ചിലരുടെ കേസിൽ ഒരു ഫ്രണ്ട് ആയിരിക്കാം. നിങ്ങളെക്കാൾ കൂടുതൽ വാല്യൂ കൊടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഫാമിലി എനർജീസ് ആയിരിക്കാം. അപ്പൊ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവരുടെ ലൈഫിൽ ഒരു തേർഡ് സിറ്റുവേഷൻ ഇപ്പോഴും ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവർ തിരിച്ചറിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഇവർക്ക് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർ അതിനെ തിരിച്ചറിയാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അർഹമായ ഒരു സ്നേഹം അർഹിക്കുന്നവർക്ക് തന്നെ കൊടുക്കണം. അതായത് പാത്രം അറിഞ്ഞ് തന്നെ വിളമ്പിയാൽ മാത്രമാണ് തനിക്കും അത് ലഭിക്കുകയുള്ളൂ എന്നൊരു തിരിച്ചറിവിലേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാത എന്ന് പറയുന്നത് സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ്. നിസ്സാരമായിട്ടുള്ള ഒരു പാതയിലൂടെ അല്ല താൻ കടന്നു പോകുന്നത്. ഒരുപാട് സാഹസമായിട്ടുള്ള പാതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു വിജയം ആഗ്രഹിച്ച് തന്നെയാണ് ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിക്ക് ഇവരിപ്പോ മനുഷ്യന്മാരെ എന്നുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടിട്ട് divine ആയിട്ട് connected ആയിട്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിലും ചിലപ്പോ അവരങ്ങനെ ചിന്തിക്കാൻ കാരണം വന്നിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പുറത്തു നിന്നുള്ള മറ്റ് വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാതെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ നോക്കി എന്നുള്ള രീതിക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ പോലും മാറി നിന്ന് നിങ്ങളുടെ കുറ്റം പറഞ്ഞ് അതുപോലും നിങ്ങളുടെ ബന്ധത്തിനെ ചിലപ്പോൾ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അത് ഇവർക്ക് വ്യക്തമായിട്ട് ഇപ്പൊ മനസ്സിലായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ആ ഒരു മീഡിയേറ്റർ എന്നുള്ള രീതിക്ക് മനുഷ്യന്മാർ എന്നുള്ള രീതിയെ മാറ്റിയിട്ട് ഇവർ ഒരുപാട് ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവർ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ടേക്ക് പോകുന്നവരാണ്. ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു ടൈമിൽ ഇവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വിശ്വാസത്തിലേക്കൊക്കെ ഇവർ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുകയാണ്. കാരണം സ്വാർത്ഥമായ മനോഭാവം ഉണ്ടായിരുന്ന ആ ഒരു വ്യക്തികളിൽ നിന്ന് ഇവർക്ക് വന്നിരിക്കുന്ന ആ ഒരു നഷ്ടങ്ങളിലൂടെ ഇവർ ആ ഒരു മുകളിലേക്ക് പോയ അതേ എനർജിയിൽ താഴേക്ക് കൂപ്പുകുത്തി വീണിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് ആ ഒരു വീഴ്ചയിൽ ഇവർ പഠിച്ചിരിക്കുന്ന പാഠം എന്ന് പറയുന്നത് സ്വാർത്ഥതയോടുകൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ശരിയാവുകയില്ല, വിജയം എങ്ങും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ person ഇപ്പൊ നിങ്ങളോട് വളരെയധികം deep ആയിട്ടൊരു love തോന്നുന്നുണ്ട്. അവർക്ക് ഒരുപാട് നിങ്ങളുടെ ആ ഒരു സ്നേഹമൊക്കെ miss ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഓർത്തിട്ട് അവരുടെ മനസ്സ് ഇപ്പൊ ഒരുപാട് വേദനിക്കുന്നു അല്ലെങ്കിൽ പിടയുന്ന മനസ്സോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അവരുടെ life ൽ നിങ്ങൾ എത്രയും വേഗം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് action എടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പെട്ടെന്ന് സാധിക്കുന്നില്ലാത്ത ഒരു energy ആണ് നമുക്ക് കാണിക്കുന്നത്. എങ്കിലും risk എടുക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയാൻ കാരണം ഭയങ്കരമായ ഒരു down stage ലാണ് നിങ്ങളുടെ person ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല ചില situations അവരുടെ life ൽ ഇപ്പോഴും ഉള്ളതായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അവരത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാരണം തീർച്ചയായിട്ടും നമുക്കിവിടെ വന്നിരിക്കുന്ന energy യിൽ കാണാനായിട്ട് സാധിക്കുന്നത് അവരത് തിരിച്ചറിയുക തന്നെ ചെയ്യും. അവർക്ക് ആരൊക്കെയാണ് അവരുടെ life ൽ അവരുടെ കൂടെ നിന്ന് ഇപ്പോഴും ചതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയുന്ന നിമിഷം അവര് സ്വാർത്ഥതയോടുകൂടി അവിടെയും പെരുമാറുന്നതാണ്. എന്ന് വെച്ചാൽ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിൽ സ്വാർത്ഥമായ മനോഭാവത്തോടു കൂടി പെരുമാറിയാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒരേ രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനത്തെ വ്യക്തികളെ അവർ അറിയുന്ന നിമിഷം അവരായിട്ട് തന്നെ ആ ഒരു വാളുകൊണ്ട് അവരെ എല്ലാം അകറ്റുന്നതാണ് എന്നുള്ളത് നമുക്കിവിടെ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു ടൈമിൽ ഇവരിപ്പോ നിങ്ങളുടെ ഒരു ഓർമ്മകളിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവരുടെ ഒരു ചിന്തകളിൽ പോലും നിങ്ങളുടെ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ വിജയം കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവർക്ക് ആ ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം തിരികെ പിടിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് രീതിയിലും പെരുമാറാനാണെന്നുണ്ടെങ്കിൽ അവർ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം നിങ്ങളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അവർക്ക് ഒരു സ്ട്രോങ് പില്ലർ പോലെയായിരുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ഇമോഷൻസ്, അതിപ്പോ സങ്കടമാണെന്നുണ്ടെങ്കിലും മറ്റെന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് അവർക്ക് ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ സാധിച്ചിട്ടുണ്ടായിരിക്കും. മറ്റു പലരുടെ അടുത്തും ചിലപ്പോൾ അവർക്ക് അത്രത്തോളം ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ അത്രത്തോളം ഒരു കണക്ഷനോ കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ തേർഡ് സിറ്റുവേഷനിലേക്ക് പോയവരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ ഒരു കാര്യങ്ങളിൽ അത്രയും ഒരു കണക്ഷൻ അവർക്ക് അവിടെ കിട്ടിയിട്ടില്ല. മറ്റു പല കാര്യങ്ങളിലേക്കും അട്രാക്റ്റ് ആയിട്ടായിരിക്കും അവർ പോയിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നൊക്കെ നല്ല രീതിക്ക് വേദന ലഭിച്ചിട്ടുണ്ടെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. ഇനിയും വേദന ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും വേദന ലഭിക്കാനുള്ളതായിട്ടും വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. വേദനകൾ കംപ്ലീറ്റ്ലി അനുഭവിച്ച് തീർത്താൽ മാത്രമേ തിരിച്ചെത്തുകയുള്ളൂ. പക്ഷെ ഈ ഒരു സമയത്തും അവർക്ക് അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ട് മാറണമെന്ന് മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻസിനെ അവർ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാക്കാത്തത്. അവർ ഉടനെ തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പോവുകയുമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്ത് രീതിക്ക് എനർജി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും എന്ത് രീതിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഒരു റീസ്റ്റാർട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിനെ എല്ലാ രീതിക്കും ഒരു ഹീലിംഗ് ചെയ്തിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ പുതിയ ഒരു മനസ്സായിട്ടാണ് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, അതിപ്പോ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ, അതിനെയൊന്നും ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ കൊണ്ടുവരണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, പുതിയൊരു മനുഷ്യനായിട്ട് നിങ്ങൾക്ക് ആദ്യകാലത്ത് തന്നുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹം എത്രത്തോളം ആയിരുന്നു, അത്രത്തോളം സ്നേഹം തന്നെ നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകണമെന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, നമ്മുടെ ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫാമിലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരായിരിക്കാം. ഏത് രീതിയിലുള്ളവരാണെന്നുണ്ടെങ്കിലും ഇവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം ആയിട്ട് തന്നെ ഇവർക്ക് വേണമെന്നാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കണം എന്നും കൂടെ ഇവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കേൾക്കാനായിട്ട് ഇവർ ആ ഒരു സമയത്ത് തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്കായിട്ട് ഒരു സമയം കണ്ടെത്തണം. അതിലൂടെ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കണം. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ തന്നെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഇതെല്ലാമാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്പെറൻസി നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരണമെന്ന് ഇവരായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇവരായിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നതിനെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി മുന്നോട്ടേക്ക് വരുമ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി നിങ്ങൾക്കിടയിൽ വേണം. അതുപോലെ തന്നെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാതെ പൂർണ്ണമായിട്ടും എക്സ്പ്രസ് ചെയ്ത് തന്നെ നിങ്ങൾ അറിയിക്കുകയും വേണം. മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് പ്രകടമായിട്ട് തന്നെ നൽകിയാലാണ് അതിന്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ അതിന്റെ ഒരു മനോഹാരിത എന്നുള്ളത് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. ഇവരുടെ ലൈഫിൽ ഇവർ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം ചിലപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് കാണിക്കുന്ന സ്നേഹമായിരിക്കും. ഇവര് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ അടുത്ത് നിന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവർ പോയി നിന്ന സിറ്റുവേഷനിൽ, അതായത് ആ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് ഇവർ എന്ത് സിറ്റുവേഷനിലേക്കാണോ പോയിരുന്നത്, അപ്പൊ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തികളിൽ നിന്ന് ഇവർക്ക് ആ ഒരു സ്നേഹം നിങ്ങൾ കൊടുത്ത പോലെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ അവർ ആ ഒരു compare ചെയ്ത് വെച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സ്നേഹത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് തന്നെയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ മനസ്സിലാക്കിയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കാരണം സ്നേഹത്തിനും അല്ലെങ്കിൽ പ്രണയത്തിനും ഒരു ഭാഷയുണ്ട് എന്നുള്ളത് അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ഇനി ഈ ഒരു ബന്ധത്തിലേക്ക് മറ്റു വ്യക്തികളെ ഒന്നും ആശ്രയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ എല്ലാവരോടും പറയുന്ന ഒരു രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി അതൊന്നും പാടില്ല. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരസ്പരം പറഞ്ഞു തീർക്കുക. കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പരസ്പരം പറഞ്ഞു തീർത്ത് മനസ്സിലാക്കിയ ശേഷം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അല്ലാതെ ചെറിയൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഇനി മാറിപ്പോകരുത്. അങ്ങനെ ഒരുപാട് പാഠങ്ങൾ എന്തായാലും ഈ ഒരു സമയത്ത് ഈ ഒരു person മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഒരു commitment തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു commitment സത്യസന്ധമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് തരണമെന്നും നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഒരു promise എന്ന് പറയുമ്പോൾ ഇവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് promise തന്ന വ്യക്തികളായിരിക്കാം. പക്ഷെ ഇനി നിങ്ങൾക്ക് ഒരു promise തരുമ്പോൾ അതിനൊരു meaning ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇനിയുള്ള പ്രശ്നങ്ങളുടെ ഒരു solution എന്ന് പറയുന്നത് സ്വന്തം കയ്യിൽ തന്നെ ആയിരിക്കണം അതിന്റെ താക്കോല്, അല്ലെങ്കിൽ മറ്റൊരാൾക്കും അതിന്റെ താക്കോലോ കാര്യങ്ങളോ ലോക്കോ ഒന്നും കൊടുക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയെയും നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനി അടുപ്പിക്കാനായിട്ട് തയ്യാറായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു person ഈ ഒരു ടൈമിൽ ഇവരുടെ തെറ്റുകളെല്ലാം പൂർണ്ണമായിട്ടും accept ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ആ ഒരു ഈ ഒരു സമയത്ത് അതെല്ലാം മനസ്സിലാകുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇവർ ഈ ഒരു overthinking ലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ വന്നിരിക്കുന്ന ഒരു വേദന. വേദന വരിക എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി അവർക്കൊരു ഹീലിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിക്കുന്നത്. ഓക്കെ. ഇവര് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഇവര് ആരെങ്കിലുമൊക്കെ വിശ്വസിക്കുന്ന രീതി ആയിരിക്കാം. അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവരോടും ഒരു സ്നേഹമുള്ള പ്രകൃതമായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് തന്നെയായിരിക്കും ഇവര് പല രീതിയിലേക്ക് വീണു പോയത്. പക്ഷെ അത് നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗും ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇവരുടെ മനസ്സ് നിങ്ങളെ ഓർത്തിട്ട് ഒരുപാട് പിടയുന്ന എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരണമെന്നും പരസ്പരം ആ ഒരു സ്നേഹം നിങ്ങൾക്ക് കൈമാറണം എന്ന് ഇവർ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടെ നമുക്ക് നൊസ്റ്റാൾജിയ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പഴയകാല ഓർമ്മകളെല്ലാം ഇവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് അതിലൂടെയും ഭയങ്കര വേദനയാണ് വരുന്നത്. താനായിട്ട് നഷ്ടപ്പെടുത്തിയതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ. എന്ത് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ വേണമെന്നും ആ ഒരു പുതിയ തുടക്കത്തിലൂടെ ഒരു കമ്മിറ്റ്മെന്റ് തന്നുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു മാരേജ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടൊക്കെ ഒരു മുടങ്ങിപ്പോയ ഒരു അവസ്ഥയോ പ്രശ്നങ്ങളിലേക്ക് പോയ ഒരു വ്യക്തികളോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് പോലും ഇനി മുന്നോട്ടേക്ക് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യണം. എല്ലാ രീതിക്കും ഒരു ക്ഷമാപണം നിങ്ങളിലേക്ക് നടത്തണം എന്നൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ തോട്ട്സ് ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണിക്കുന്നതും അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ തോട്ട്സ് ചിന്തകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലൈഫിൽ. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴും അവരുടെ ലൈഫിൽ ചില വ്യക്തികൾ നിൽക്കുന്നത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ തോട്ട്സ് ഈ ഒരു രീതിയിലാണ്. അവരിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ടൊക്കെ പോവുകയാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക. നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഈ ഒരു ക്ലൂസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. രേവതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. എസ് എന്നൊരു ലെറ്റർ, 28, എം എന്നൊരു ലെറ്റർ, എറണാകുളം, ഭരണി നക്ഷത്രം, ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്റ്റ്, ജൂലൈ മന്ത്, ഒക്ടോബർ, 30 ഡേയ്സ് വന്നിട്ടുണ്ട് ചിലവരുടെ കേസിൽ. ഔട്ട്സൈഡ് കേരള വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പുറത്തുള്ള വ്യക്തികളായിരിക്കാം, നാട്ടിലുള്ളവരായിരിക്കില്ല. പത്തനംതിട്ട, ഡി എന്നൊരു ലെറ്റർ, രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 40 എന്നൊരു നമ്പർ, 35, ജൂൺ എന്നൊരു മന്ത്, എസ് എന്നൊരു ലെറ്റർ, 1993, അവിട്ടം, തൃക്കേട്ട, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്. എച്ച് എന്നൊരു ലെറ്റർ, 7 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 28 ആണ് ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഈ ഒരു ക്ലൂസും ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.